قانونانه لبنانی ها از مردم فلسطین هم مشمول همین حکم است. اون هم قانونی است، اون هم معقول است، منطقی است و مشروع است و کسی حق ندارد دفاع کنه. خیبر خیبر یا صهیون، خیبر خیبر یا صهیون، جیش محمد قادمون. ഇടത് കൈയിൽ തോക്കുമേന്തി അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ആഞ്ഞടിച്ച ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനി അമേരിക്കയെ പേപ്പട്ടിയെന്നും ഇസ്രായേലിനെ രക്തരക്ഷസെന്നും അദ്ദേഹം വിമർശിച്ചു. ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയ മിസൈൽ ആക്രമണം പരിമിതമെന്നും ശത്രുവിന്റെ ലക്ഷ്യം മുസ്ലിം രാജ്യങ്ങൾ തിരിച്ചറിയണമെന്നും പറഞ്ഞ ആയത്തുള്ള മുസ്ലിം രാജ്യങ്ങളോട് ഒന്നിച്ചു നിൽക്കുവാനും ആവശ്യപ്പെട്ടു. 5 വർഷത്തിനിടെ ആദ്യമായി നേതൃത്വം നൽകിയ വെള്ളിയാഴ്ച നമസ്കാരത്തിലായിരുന്നു ഖമനിയുടെ പരാമർശങ്ങൾ. ടെഹ്റാനിലെ പള്ളിയിലാണ് ആയത്തുള്ള ജനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡ് ഖാസിം സുലൈമാനിയെ വധിച്ചതിന് പ്രതികാരമായി ഇറാഖിലെ US സൈനിക കേന്ദ്രം ആക്രമിച്ചതിന് പിന്നാലെ 2020 ജനുവരിയിലാണ് അദ്ദേഹം ഇതിനു മുമ്പ് ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മധ്യേഷ്യയിലാകെ സംഘർഷം ഉടലെടുത്തിരുന്നു. ഈ സംഭവത്തിന് 1 വർഷം തികയുവാൻ 3 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ മതസ്പർദ്ധ വളർത്തുന്ന പരാമർശങ്ങൾ. لبنانی ها از مردم فلسطین هم مشمول همین حکم است. اون هم قانونی است، اون هم معقول است، منطقی است و مشروع است و کسی حق ندارد دفاع از اونها انتقاد کنه که چرا شما در این دفاع وارد شدید. کار درخشان نیروهای مسلح ما در 2-3 شب قبل هم یک کار کاملا قانونی و مشروع بود. خیبر خیبر یا صهیون، خیبر خیبر یا صهیون، جیش محمد قادمون. خیبر خیبر یا صهیون.